നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പോരാട്ടമാണ് ഞങ്ങളുടെ ജോലിയെന്നും ശവങ്ങളുടെ കണക്കെടുക്കലല്ലെന്നും തുറന്നടിച്ച വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ BS ധനോവ. ഈ മറുപടി സർക്കാരിനെ വിമർശിക്കുന്നവരുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കലാണ്. ഭാരത സൈന്യത്തിന്റെ വാക്കുകളെ അവിശ്വസിക്കുന്ന പ്രതിപക്ഷത്തിന് കടുത്ത മറുപടി തന്നെ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ BS ധനോവയുടെ വാക്കുകളിലുണ്ട്. അക്രമമാണ് യുദ്ധത്തിൽ ഞങ്ങളുടെ ജോലി. വ്യോമാക്രമണത്തിന് ശേഷം മരിച്ച ആളുകളുടെ കണക്കെടുക്കലല്ല. അങ്ങനെ കണക്ക് കൂട്ടി ശേഖരിക്കണമായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ആ സമയത്തെ അവസ്ഥ? കൊല്ലപ്പെടുന്നവരുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നത് സർക്കാരാണെന്നും അദ്ദേഹം കോയമ്പത്തൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സൈന്യത്തിനും ഇന്ത്യൻ സർക്കാരിനും സൈന്യത്തെയും വിശ്വാസമാണ്. ആശയക്കുഴപ്പമൊന്നുമില്ല. കൊല്ലപ്പെട്ടവർ എത്രയെന്ന് സർക്കാർ പറയും, അതായിരിക്കും കണക്കെന്നും അദ്ദേഹം പറഞ്ഞു. ബാലക്കോട്ട് വ്യോമാക്രമണം സംബന്ധിച്ച വിവാദം മുറുകുന്നതിനിടെയാണ് വ്യോമസേനാ മേധാവിയുടെ പ്രതികരണം. ആക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് വ്യോമസേന ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്. ആക്രമണ ലക്ഷ്യത്തെക്കുറിച്ച് വിദേശകാര്യ സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ വ്യോമസേന അത് ചെയ്തിരിക്കും. ലക്ഷ്യം കൃത്യമായിരിക്കും. ബോംബ് വീണത് വനത്തിലായിരുന്നുവെങ്കിൽ പാക് പ്രധാനമന്ത്രി എന്തുകൊണ്ട് പ്രതികരിച്ചുവെന്നും ധനോവ ചോദിച്ചു. എന്തിനായിരുന്നു ആംബുലൻസും മറ്റും വന്നത്? ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്തിയെന്ന് വിദേശകാര്യ സെക്രട്ടറി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. റഫാൽ വിമാനങ്ങൾ സെപ്റ്റംബറോടെ ഇന്ത്യയുടെ പട്ടികയിലെത്തും. എത്ര പേർ കൊല്ലപ്പെട്ടെന്ന് വ്യക്തമാക്കാൻ വ്യോമസേനയ്ക്കാകില്ല. സർക്കാരാണ് അത് പറയേണ്ടത്. ആരോഗ്യപരമായി ഫിറ്റ് ആണെങ്കിൽ അഭിനന്ദൻ വീണ്ടും യുദ്ധവിമാനങ്ങളുടെ കോക്ക്പീറ്റിൽ കയറും, ധനോവ കൂട്ടിച്ചേർത്തു. പദ്ധതിയിട്ട സൈനിക നടപടിയാണെങ്കിൽ അതിന് യോജ്യമായ വിമാനങ്ങളാണ് ഉപയോഗിക്കുക. എന്നാൽ നമുക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ മേഖലയിലുള്ള എല്ലാ വിമാനങ്ങളും അത് നേരിടാൻ തിരിക്കും. നമ്മുടെ എല്ലാ വിമാനങ്ങളും ശത്രുവിനെ നേരിടാൻ പ്രാപ്തമാണ്. വിംഗ് കമാൻഡർ അഭിനന്ദൻ സേനയിലേക്ക് തിരിച്ചു വരുമോ എന്നത് വൈദ്യപരിശോധനകൾക്കും ചികിത്സകൾക്കും ശേഷം മാത്രമേ പറയാനാകൂ എന്ന് ധനോവ അറിയിച്ചു. പാരച്യൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെടുന്നതിനിടെ പരിക്ക് പറ്റിയ അഭിനന്ദന് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. MiG-21 ബൈസൺ ഇപ്പോഴും ഉഗ്രശേഷിയുള്ള യുദ്ധവിമാനമാണെന്നും ധനോവ പറഞ്ഞു. അടുത്തിടെയാണ് MiG അപ്ഗ്രേഡ് ചെയ്തതെന്നും അത്യാധുനിക ആയുധങ്ങൾ വഹിക്കാനും വിക്ഷേപിക്കാനുമുള്ള സംവിധാനം MiGിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയതിൽ സൈന്യത്തെ സംശയിക്കുന്ന പ്രതികരണം നടത്തിയത് ഇപ്പോൾ വൻ വിവാദമായിരിക്കുകയാണ്. ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടിയുടെ ആക്രമണത്തിന്റെ തെളിവുകൾ ചോദിച്ചത് പാക് പത്രങ്ങളിൽ വൻ വാർത്തയാണ്. ഈ അവസരത്തിലാണ് വ്യോമസേനാ മേധാവിയുടെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. ശവങ്ങളുടെ കണക്കെടുക്കലല്ല തങ്ങളുടെ പണിയെന്ന് സേനാ മേധാവിയുടെ പ്രതികരണത്തിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ഇനിയെങ്കിലും രാജ്യം സുരക്ഷയെയും സൈനികരുടെ രക്തത്തെയും വെച്ചുള്ള ഈ വിലപേശലും വോട്ട് രാഷ്ട്രീയവും അവസാനിപ്പിക്കണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.